എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സാഹോദര്യവും അഖണ്ഡതയുമൊക്കെ കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ 1966 മുതൽ എല്ലാ വർഷവും നവംബർ 16 ദേശീയ പത്രദിനമായി ആചരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ന്യൂസ് പേപ്പറുകളും മാഗസീനുകളും മറ്റ് അച്ചടി പ്രസിദ്ധീകരണങ്ങളും വിറ്റഴിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിച്ചിട്ട ചില പഴയകാല ഓർമ്മകളിലേക്ക് പോകാം. ജൊഹാനസ് ഗുട്ടൻബർഗ് എന്ന ജർമ്മൻകാരൻ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചെങ്കിലും ഇന്ത്യയിൽ അതിന്റെ അലയൊലികൾ കണ്ടു തുടങ്ങിയത് 1780 പ്രസിദ്ധീകരിച്ച ജെയിംസ് അഗസ്റ്റിസ് ഹിക്കിയുടെ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ, ഹിക്കീസ് ഗസറ്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ബംഗാൾ ഗസറ്റിലൂടെയായിരുന്നു. ശേഷം ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിന്റെ കൽക്കട്ട ജേണൽ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയിയുടെ മീറത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി തുടങ്ങിയവയിലൂടെ ഒക്കെ ബ്രിട്ടീഷ് ഭരണത്തിനോടും അധീനതയോടുമുള്ള ഇന്ത്യൻ ജനതയുടെ ശക്തമായ എതിർപ്പുകൾ തുറന്നുകാട്ടി. ഇന്ത്യ സ്വതന്ത്രയാവേണ്ടതിന്റെ ആവശ്യകതയും ബ്രിട്ടീഷ് ഭരണത്തിനെ അടിച്ചമർത്തേണ്ടതിനെക്കുറിച്ചും എഴുതിയ മാധ്യമപ്രവർത്തകരും പത്രാധിപരുമൊക്കെ ആ കാലഘട്ടത്തിൽ നാടുകടത്തപ്പെട്ടു. എന്നാൽ 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും പങ്ക് വർദ്ധിച്ചു വന്നു. നവജീവൻ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ തുടങ്ങിയ പത്രങ്ങളിലൂടെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രാധാന്യം തുറന്നുകാട്ടുമ്പോൾ മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കളും വാക്കുകൾ ആയുധങ്ങളാക്കി പത്രങ്ങളിലൂടെ ജനങ്ങളെ ബോധവാന്മാക്കിയിരുന്നു. പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോഴും അതിൽ ഇന്ത്യൻ മാധ്യമങ്ങളുടെ പങ്കും അവ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വാചാലനായി. തുടർന്ന് ഇന്ത്യയിലെ അച്ചടി മാധ്യമങ്ങളെ സംരക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി ഒരു സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു. 1952 ജസ്റ്റിസ് രാജാദീക്ഷയുടെ നേതൃത്വത്തിൽ ആദ്യ പ്രസ് കമ്മീഷൻ നിലവിൽ വന്നു. തുടർന്ന് 1965 നിലവിൽ വന്ന പ്രസ് കൗൺസിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചു. ഇതേ തുടർന്ന് എല്ലാ വർഷവും നവംബർ 16 ദേശീയ പത്രദിനമായി ആചരിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും 1975 വന്ന അടിയന്തരാവസ്ഥ സമയത്ത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പിരിച്ചുവിടുകയും 1975 പ്രസ് കൗൺസിൽ നിയമം പുനഃസ്ഥാപിച്ചപ്പോൾ 1979 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പുനരാരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും അതിൽ ഉൾപ്പെടുന്നു. എങ്കിലും എല്ലാ വർഷവും ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തുവിടുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം നിലവിൽ 159 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. തോമസ് ജെഫേഴ്സന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്: "The press is the best instrument for enlightening the mind of man and improving rational, moral and social being." സാധാരണക്കാരുടെ ശബ്ദമാവാനും അനീതികൾക്കെതിരെ പോരാടാനും മാധ്യമങ്ങൾക്ക് സാധിക്കും.